വിശ്വകർമ്മ മഹാസഭ മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പിറവത്ത് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് വിശ്വകർമ്മജർ പങ്കെടുത്ത ശോഭായാത്രയെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് TK സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA അനൂപ് ജേക്കബ് പ്രതിഭകളെ ആദരിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പിറവത്ത് വിശ്വകർമ്മ ദിനം ആചരിച്ചു. വിശ്വകർമ്മ ഭവനിൽ പതാക ഉയർത്തിയതിനെ തുടർന്ന് വിശ്വകർമ്മദേവ പൂജ നടന്നു. താലൂക്ക് ആശുപത്രിപ്പടിയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയിൽ നൂറുകണക്കിന് വിശ്വകർമ്മജർ പങ്കെടുത്തു. ശോഭായാത്രയെ തുടർന്ന് കുട്ടികളുടെ പാർക്കിൽ നടന്ന പൊതുസമ്മേളനം MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ രാജകരണം വിശ്വകർമ്മ ദിനാചരണം എന്ന് പറയുമ്പോൾ പ്രതീകാത്മകമായി നമ്മൾ അതാണ് ആചരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ തൊഴിലാളികളെ സ്മരിക്കുക, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ അനുസ്മരിക്കുകയും അവരുടെ ആ സേവനത്തെ നന്ദിയോടുകൂടി കാണുകയും ചെയ്യുന്ന ഒരു ദിനമാണ് ഇത് എന്നുള്ളതാണ് ഈ ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. യൂണിയൻ പ്രസിഡന്റ് TK സോമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാരണം അതിൻ്റെതായ ചിട്ടയോടുകൂടി അതിനെ നയിക്കാനുള്ള ചില നേതാക്കളൊക്കെ മറ്റ് ഇതര സമുദായങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ പോരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി KT ബാബു മുഖ്യപ്രഭാഷണം നടത്തി. MLA അനൂപ് ജേക്കബ് പ്രതിഭകളെ ആദരിച്ചു. കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാമുദായിക ഒത്തൊരുമയ്ക്കും സാംസ്കാരികമായ മുന്നേറ്റത്തിനും വിശ്വകർമ്മ സഭ നൽകുന്ന അതിലെ അംഗങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു +2 അവാർഡ് വിതരണവും വൈസ് ചെയർമാൻ KP സലീം SSLC അവാർഡ് വിതരണവും നിർവഹിച്ചു. വിശ്വകർമ്മരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലേറെ പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകളും ഇത്തരം വേദികളും അത്തരത്തിലുള്ള പ്രതിസന്ധികളെ മാറ്റുന്നതിനുള്ള ഒരു ശ്രമഫലമായിട്ട് ഇവിടെ ഉണ്ടായിത്തീരണം. നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം കലാകായിക പ്രതിഭകളെ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൌൺസിലർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, യൂണിയൻ രക്ഷാധികാരി N തങ്കപ്പൻ, BJP പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് ശശി മാധവൻ, യൂണിയൻ സെക്രട്ടറി KR റെജി, യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ TS അശോക് കുമാർ, PT അനിൽകുമാർ, മഹിളാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഓമന രാജപ്പൻ, സംസ്ഥാന സമിതി അംഗം ഉഷ ശശിധരൻ, യൂണിയൻ സെക്രട്ടറി മിനി പാർത്ഥസാരഥി, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി SC അപ്പുക്കുട്ടൻ, ട്രഷറർ KT ബിജു, സ്വാഗത സംഘം ചെയർമാൻ PP രവീന്ദ്രൻ, ജോയിന്റ് കൺവീനർ PP രഘുനാഥ്, KVMS ട്രഷറർ ഇന്ദിര ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.